ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇംഗ്ലീഷിലെ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ. ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ എന്താ? ഭാവിയിലെ ഇന്ധനം എന്നാണ് അർത്ഥം. The passage Fuel of the Future tells about the idea and sources of energy and future energy sources. There are many sources of energy in the nature such as sun, solar energy, the wind, the tides, water, and even biogas. We have reasons to be proud because India is having world's only ministry for renewable energy sources and stands the fifth in production of wind energy. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കുറേയധികം ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ആ സ്രോതസ്സുകളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാനും പോകുന്നത്. ഏതൊക്കെയാണ് ആ ഊർജ ഉറവിടങ്ങൾ? ഒന്ന്, സൂര്യനിൽ നിന്നുള്ള സോളാർ ഊർജം, കാറ്റിൽ നിന്ന് ലഭിക്കുന്ന വിൻഡ് എനർജി, തിരമാലയിൽ നിന്ന് ലഭിക്കുന്ന ടൈഡ് എനർജി, വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ഹൈഡ്രോ എനർജി, അതോടൊപ്പം തന്നെ ബയോഗ്യാസ്. ഇവയൊക്കെയാണ് നമ്മൾ ഊർജത്തിനായി പ്രയോജനപ്പെടുത്തുന്ന സ്രോതസ്സുകൾ. ഇതിൻ്റെയൊക്കെ പ്രയോജനങ്ങൾ നമ്മൾ ഗാർഹികമായും അതോടൊപ്പം തന്നെ ഫാക്ടറിപരമായും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഊർജ സ്രോതസ്സുകൾ തന്നെ വളരെയധികം പ്രയോജനപ്പെട്ടവയാണ്. വിവിധ രീതികളിൽ നാം ഇവയെല്ലാം ഉപയോഗിക്കുന്നതുമുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളാർ എനർജിയെക്കുറിച്ചാണ്. എവിടെ നിന്നാണ് നമുക്ക് ഈ സോളാർ എനർജി ലഭിക്കുന്നത്? നമുക്ക് സോളാർ എനർജി ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് എനർജി ലഭിക്കുന്നത്. അത് സോളാർ പാനൽ സ്ഥാപിക്കുന്നതിലൂടെ നമുക്കത് വൈദ്യുതിയായി മാറ്റുകയും അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ ഫാക്ടറികൾ അതുപോലുള്ള സ്ഥാപനങ്ങളിലെല്ലാം നമ്മൾ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതിന് വലിയൊരു ഉദാഹരണമാണ്. ലോകത്ത് തന്നെ സോളാർ എനർജി യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഏക അന്താരാഷ്ട്ര വിമാനത്താവളമാണ് നമ്മുടെ സിയാൽ, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇന്ന് പലരും വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുകയും അതുമൂലം വീട്ടിലേക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുവെ ചെലവ് കുറഞ്ഞ ഒരു രീതിയാണ് നമുക്ക് സോളാർ എനർജി നൽകുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിൻഡ് എനർജിയെക്കുറിച്ചാണ്. അതായത് കാറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തെക്കുറിച്ചാണ്. നല്ലപോലെ കാറ്റ് വീശുന്ന സ്ഥലങ്ങളിൽ കാറ്റാടി സ്ഥാപിക്കുകയും അതിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും KCB വഴി അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കഞ്ചിക്കോട് കാറ്റാടി പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ വിൻഡ് ഫാം എന്ന് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ രാംകുമേട് വിൻഡ് ഫാം തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിക്കുക, അത് വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിൻഡ് ഫാമുകളെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ടത്. അടുത്തതായി പറയാൻ പോകുന്നത് ടൈഡ് എനർജിയെക്കുറിച്ചാണ്. അതായത് തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. തിരമാലകളുടെ സഹായത്താൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജമാണ് ടൈഡൽ എനർജി. അതുമൂലം വൈദ്യുതി ഉണ്ടാക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രോ എനർജിയെക്കുറിച്ചാണ്. ജലശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന രീതി. നമുക്കറിയാം, നമ്മുടെ ജില്ല ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആണ് ഏറ്റവും കൂടുതൽ ഡാമുകളും അതുപോലെ ജലസ്രോതസ്സുകളും ഉള്ളത്. ഇവയെല്ലാം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥാപിക്കപ്പെട്ടുള്ളത്. അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് ബയോഗ്യാസിനെ കുറിച്ചാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബയോഗ്യാസ് ആണ്. ഈ പറഞ്ഞവയെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട എനർജി സോഴ്സസ്. ഇവയെല്ലാം ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത്, റിന്യൂവബിൾ എനർജി. എന്താണ് റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്? വീണ്ടും ഉപയോഗിക്കാവുന്നതും പ്രകൃതിജന്യമായോ നൈസർഗികമായോ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന ഊർജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഊർജങ്ങളാണ് റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്നറിയപ്പെടുന്നത്. മലയാളത്തിൽ ഇതിനെ പുനരുപയോഗ ഊർജങ്ങളെന്ന് അറിയപ്പെടുന്നു. നമ്മൾ ഈ പാഠഭാഗത്ത് പ്രധാനമായി പഠിച്ചത് റിന്യൂവബിൾ എനർജി സോഴ്സിനെ കുറിച്ചാണ്.
അതായത് പുനരുപയോഗ ഊർജ്ജങ്ങളെക്കുറിച്ച്. റിന്യൂവബിൾ എനർജി സോഴ്സസിന് വേണ്ടി ലോകത്തിൽ മിനിസ്ട്രിയുള്ള ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ. ഊർജ്ജങ്ങളെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുവാനും നഷ്ടപ്പെടാതെ ഇരിക്കുവാനും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളെല്ലാം ഈ ഊർജ്ജ സ്രോതസ്സുകളെല്ലാം പരിപാലിക്കപ്പെടേണ്ടതും അതുപോലെ തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുമാണ്. ഫ്യൂൽ ഓഫ് ദ ഫ്യൂച്ചർ എന്ന പാഠഭാഗത്ത് നമ്മൾ പഠിച്ചത് റിന്യൂവബിൾ എനർജി സോഴ്സുകളെക്കുറിച്ചാണ്. ഏതൊക്കെയാണ് ആ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി? സോളാർ എനർജി ഉണ്ട്, വിൻഡ് എനർജി ഉണ്ട്, ടൈഡൽ എനർജി ഉണ്ട്, ബയോഗ്യാസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് എനർജി ഉണ്ട്. ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി പഠിച്ചു. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെല്ലാം ഇതിനെക്കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ കുറച്ചുകൂടി നമുക്ക് വിശദമായി പഠിക്കുവാൻ സാധിച്ചു. ക്ലാസ്സിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പാഠഭാഗത്തിന് നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും അന്നന്ന് തന്നെ നോട്ട്സ് എഴുതുകയും നോട്ട്സിൻ്റെ ഫോട്ടോ എല്ലാവരും എനിക്ക് പേഴ്സണലായി അയച്ചു തരികയും ചെയ്യണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.